സാന്ത്വനത്തിൻ്റെ ചെറിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ വരുന്ന വഴിക്ക് കണ്ട കാഴ്ച, അതായത് നമ്മുടെ ഗോമതിയും അതുപോലെ തന്നെ ഗോമതിയുടെ നാത്തൂനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സമയത്ത് തന്നെ നന്ദിത അവിടുന്ന് വേഗം പോകുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെ ബാലൻ ഗോമതിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പുതിയ കൂട്ടുകെട്ടൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ഗോമതിയും ബാലനും കൂടെ വഴക്കിട്ടിട്ടാണ് ബാലൻ കടയിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് മീനാക്ഷിനെ കുറിച്ചുള്ള ആ വാർത്ത ടി വിയിൽ വരുന്നതും ഗോമതി വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. അത് ഗോമതി നമ്മുടെ ബാലനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. കൃഷ്ണമംഗലത്തുകാർക്കാണെങ്കിൽ വലിയ സന്തോഷമാവാണ്. അവരവിടെ ആഘോഷം നടത്തുന്ന പോലെയാണ് അച്യുതനും മോനും. അത് പക്ഷേ നമ്മുടെ അനന്തവർമ്മയും നന്ദിതയും അതിൽ പങ്കെടുക്കില്ല. മാത്രമല്ല നന്ദിതയുടെ കയ്യിൽ ആ വീഡിയോ ഉള്ളത് കൊണ്ട് തന്നെ നന്ദിതയ്ക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ആര്യൻ നന്ദിതനെയും അതുപോലെ തന്നെ അനന്തവർമ്മനെയും കാണുന്നുണ്ട്. ആ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നന്ദിത ആര്യനോട് പറയുന്നുണ്ട്, പണം സ്വീകരിക്കുക ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്, അവളിങ്ങനെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തതെന്നൊക്കെ പറയും. എന്തായാലും ആര്യൻ അവരോട് തർക്കുത്തരം മറ്റുള്ള ദേഷ്യ കാര്യങ്ങളൊന്നും പറയില്ല. എന്തായാലും ആ പൈസ ആര്യൻ സ്വീകരിക്കില്ല. പിന്നീട് ആ 101 പവൻ്റെ കാര്യവും ആര്യൻ അവരോട് പറയുന്നുണ്ട്. എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ ആ സ്വർണം നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ രാവും പകലും വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെടുന്നതിനൊക്കെ പറയുമ്പോൾ അനന്തവർമ്മയ്ക്കും നന്ദിതയ്ക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട്. പിന്നീടാണ് മീനാക്ഷി വീട്ടിൽ വരുമ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും മീനാക്ഷിയുടെ ജോലി പോകുമെന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ ദേവമംഗലത്ത് വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നന്ദിതയ്ക്ക് അറിയാം. നന്ദിത അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നന്ദിത വീണ്ടും നമ്മുടെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മീനാക്ഷിയോട് പറയുന്നുണ്ട്, മോളെ മീനാക്ഷി, ഇതിൻ്റെ പിന്നിൽ എൻ്റെ അനിയൻ അച്യുതനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം, ഞാൻ അത് ഊഹിച്ചു. അവർക്ക് ആ ലൈസൻസ് ഞാൻ കൊടുക്കാത്തത് മനഃപൂർവ്വമല്ല. അത് ഒരുപാട് കള്ളത്തരങ്ങളോട് അവർ അത് നേടിയേക്കണത്. ഞാനത് ചെയ്താൽ സമൂഹത്തിനോട് വരെ ഞാൻ തെറ്റ് ചെയ്തതുപോലെ ആവും. ഞാൻ ആരോടൊക്കെ മറുപടി പറയണം, ഒന്നില്ലെങ്കിൽ ഈശ്വരനോടെങ്കിലും പറയണ്ടേ. ഞാൻ അലോകിനെ വഴിയിൽ വെച്ച് കണ്ട് സംസാരിച്ച് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. എനിക്ക് കൈക്കൂലിയും തരാൻ നോക്കിയിട്ടുണ്ട്, വഴക്കുണ്ടാക്കാനും നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇത്രയും വഷളായത്. ഞാനതൊന്നും അറിയാണ്ട് ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ അപമാനം നേരിടേണ്ടി വരില്ലായിരുന്നു ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നമ്മുടെ നന്ദിതയുടെ മുന്നിൽ നിന്ന് വിഷമിക്കുന്നുണ്ട്. നന്ദിത പറയും, എൻ്റെ കയ്യിലൊരു തെളിവുണ്ട് മോളെ, ഇതെന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും ആൻറ്റിക്ക് അറിയില്ല, പക്ഷേ ഇതുകൊണ്ട് മോൾക്കൊരു ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നന്ദിത ആ വീഡിയോ നമ്മുടെ മീനാക്ഷിക്ക് കൈമാറുന്നു. മീനാക്ഷി അത് കാണുമ്പോൾ ആകെ ഞെട്ടണ്. കാരണം അതിൻ്റെ പിന്നിൽ ആ മേഡം ഇവരുടെ ബന്ധുവെന്നും ഇവരുടെ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ ഇവരെ വീട്ടിലേക്ക് വന്നെന്നുള്ള കാര്യമൊന്നും മീനാക്ഷിക്ക് അറിയില്ല. ഇതിൻ്റെ പിന്നിൽ അവർ കൃഷ്ണമംഗലത്തുകാരായിരിക്കുന്നു മാത്രം അറിയുള്ളൂ. അത് അച്ഛനും മോനും മാത്രം വിചാരിച്ചിരുന്നത്. എന്തായാലും നമ്മുടെ മീനാക്ഷിക്ക് അത് കണ്ടപ്പോൾ വലിയ സന്തോഷമാവുണ്ട്. മീനാക്ഷി നന്ദിതയോട് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് ആൻറ്റി, എനിക്കിതിങ്ങനെ തരാനും നിങ്ങൾ വീഡിയോ പിടിക്കാനും. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞാണ് മീനാക്ഷി ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഭാഗം കൂടി സാന്ത്വനത്തിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.